Good afternoon. Good afternoon. Good afternoon. Good afternoon. Good afternoon, Dilip. നമ്മൾ ഇന്റർവ്യൂസ് സ്റ്റാർട്ട് ചെയ്തിരുന്നില്ലേ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റില്? ടൈപ്സ് ഓഫ് ഇന്റർവ്യൂ തുടങ്ങിയിട്ടില്ലല്ലോ? ഇല്ല, അവിടെ മുതലല്ലേ എടുക്കേണ്ടത്? നെക്സ്റ്റ് നോക്കുന്നത് പേജ് നമ്പർ ഒന്ന് പറയാമോ? 23. Types of interviews. ഇന്റർവ്യൂസ് വ്യത്യസ്ത തരത്തിലുണ്ടാവാറോ?
ഇതൊക്കെയാണ് നമുക്ക് നോക്കാം. പാറ്റേൺ ഓഫ് സ്ട്രക്ചർ ഇന്റർവ്യൂ, നോൺ ഡയറക്റ്റീവ് ഫ്രീ ഇന്റർവ്യൂ, ഡെപ്ത് ഓഫ് ആക്ഷൻ ഇന്റർവ്യൂ, ഗ്രൂപ്പ് ഡിസ്കഷൻ ഇന്റർവ്യൂ, പാനൽ ഓൺ ബോർഡ് ഇന്റർവ്യൂ, സ്ട്രെസ് ഇന്റർവ്യൂസ്. ഫസ്റ്റ് വൺ നോക്കാം. പാറ്റേൺ ഓഫ് സ്ട്രക്ചർഡ് ഇന്റർവ്യൂ എന്താണ്? Such interviews are also called standardized interviews because they are pre-planned to high degree of accuracy and precision. എന്താണ് പാറ്റേൺ ഓഫ് സ്ട്രക്ചർഡ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്? പാറ്റേൺ അല്ലെങ്കിൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചില ഇന്റർവ്യൂസിന് വളരെ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഇന്റർവ്യൂസ് ആണെന്ന് പറയാറുണ്ട് അല്ലെ. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സൂചിപ്പിക്കുന്നതിന്? അതിന് വ്യക്തമായ രീതിയിൽ ഒരു പാറ്റേൺ ഉണ്ടായിരിക്കും. ഒരു ഘടനാപരമായിട്ടുള്ള ഒരു ഘടന മീൻസ് അതൊരു കൃത്യമായ ഒരു സ്ട്രക്ചറിലായിരിക്കും ഇത് തയ്യാറാക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. പ്രീ പ്ലാൻ ചെയ്തിട്ടിരിക്കുന്ന ഒരു രീതിയിൽ അല്ലെങ്കിൽ എന്താ ഹൈ ഡിഗ്രി ഓഫ് ആക്യുറസി ആൻഡ് പ്രിസിഷൻ, അതായത് വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ ഇൻഫോർമേഷൻസ് അത് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു വ്യക്തമായ ആസൂത്രണത്തിലൂടെ തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന ഇന്റർവ്യൂസ് ആണ് എന്താ പാറ്റേൺ ഓഫ് സ്ട്രക്ചർഡ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. Okay, such interviews are called standardized interviews because they are pre-planned. അല്ലെ, വളരെ pre-planned ആണ്. മാത്രമല്ല ഹൈ ഡിഗ്രി ഓഫ് ആക്യുറസി ആൻഡ് പ്രിസിഷൻ ആണ്. നല്ല കൃത്യതയോട് കൂടിയിട്ടായിരിക്കും ഈ ഒരു ഇന്റർവ്യൂസ് നമ്മൾ നടത്തപ്പെടുന്നത്. ഓക്കെ, യെസ്, മനസ്സിലായോ? അത് പാറ്റേൺ ഓഫ് സ്ട്രക്ചർഡ് ഇന്റർവ്യൂ എന്താന്ന്? Then non-directive free interview. Non-directive free interview. It does not have a structure and is relatively non-planned as to format. In such interviews, the applicant asks some very general questions and he may reply to these in any way he likes for a considerable length of time. Non-directive അല്ലെങ്കിൽ ഫ്രീ ഇന്റർവ്യൂസ് എന്ന് സൂചിപ്പിക്കുന്നത് എന്തിനായിരിക്കുമല്ലോ? സ്ട്രക്ചർ പോലെ ആയിരിക്കും ഈ ഇന്റർവ്യൂസ് നടത്തപ്പെടുന്നത്? അല്ല അല്ലെ, ഇതൊരു നോൺ പ്ലാൻഡ് ഫോർമാറ്റിലാണ് അല്ലെ. ഇത് കൃത്യമായ ഒരു ആസൂത്രണം ചെയ്തിട്ടായിരിക്കില്ല നമ്മൾ ഈ ഒരു ഇന്റർവ്യൂസ് നടത്തപ്പെടുന്നത്. നോൺ പ്ലാൻഡ് ആയിട്ടായിരിക്കും ഈ ഇന്റർവ്യൂസ് നടത്തപ്പെടുന്നത്. ഇനി ഇവിടെ എങ്ങനെയുള്ള രീതിയിലാണ് ആ ഒരു അഭിമുഖം നടത്തപ്പെടുന്നത്? എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആപ്ലിക്കൻസിനോട് ഇവിടെ ചോദിക്കുന്നത്? വെരി ജനറൽ ക്വസ്റ്റ്യൻസ് അല്ലെ. ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും ഇവിടെ ചോദിക്കുന്നത്. മാത്രമല്ല ആൾക്കത് അത്യാവശ്യം കൺസിഡറബിൾ ആയിട്ടൊരു ടൈം എടുത്തുകൊണ്ട് ആൾക്ക് ആൻസർ പറയാനും സാധിക്കുന്നുണ്ട്. അതായത് ഒരു വ്യക്തമായ ടൈമിനുള്ളിൽ ആൾക്ക് പറഞ്ഞു തീർക്കണമെന്നില്ല. ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമായിരിക്കും ഇവിടെ ചോദിക്കപ്പെടുന്നത്. ഓക്കെ, യെസ്, അതുകൊണ്ട് തന്നെയാണ് അതിനെ ഒരു നോൺ പ്ലാൻഡ് ഫോർമാറ്റിൽ തയ്യാറാക്കപ്പെടുന്നത് കൊണ്ട് തന്നെയാണ് അതിനെ ഫ്രീ ഇന്റർവ്യൂ അല്ലെങ്കിൽ നോൺ ഡയറക്റ്റീവ് ഇന്റർവ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. മറ്റേത് നമ്മൾ നേരത്തെ പഠിച്ചത് എന്താണ്? പാറ്റേൺ ആയിട്ടുള്ള ഫോർമാറ്റ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂസ് ആണ്. അവിടെ എല്ലാം വെൽ പ്ലാൻഡ് ആയിട്ടാണ് നടത്തപ്പെടുന്നത്. ഇതെങ്ങനെയാണ്? ഫ്രീ ഇന്റർവ്യൂസ് ആണ്. ജനറൽ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ വ്യക്തമായ ഒരു ആസൂത്രണം ഇല്ലാതെ തന്നെ ആവശ്യത്തിലധികം സമയം എടുത്തുകൊണ്ട് തന്നെ എന്താണ് നടത്താൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ ആണ് എന്താ നോൺ ഡയറക്റ്റീവ് ഫ്രീ ഇന്റർവ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, yes. Then depth of action interview. Depth of action interview. It is semi-structured nature and uses. So it is structured in nature and uses. Typically, subject discussed at such interviews consist of the candidate's home life, education, previous experience, aptitude, entertaining interest and hobbies. Okay. ഡെപ്ത് ഓഫ് ആക്ഷൻ ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഒരു സെമി സ്ട്രക്ചേർഡ് പാറ്റേണിൽ നടത്തുന്ന ഒരു ഇന്റർവ്യൂ ആണ്. എന്തായിരിക്കും ഇതിന്റെ പ്രത്യേകത? ഇതിൽ എങ്ങനെയുള്ള സബ്ജക്ട്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്? കാൻഡിഡേറ്റ്സിന്റെ ഹോം ലൈഫ് അല്ലെ, കാൻഡിഡേറ്റ്സിന്റെ ബാക്ക്ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻസ്, പ്രീവിയസ് എക്സ്പീരിയൻസ്, ആപ്റ്റിറ്റ്യൂഡ്, പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഹോബീസ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ഇന്റർവ്യൂസിൽ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് അതിന് ഡെപ്ത് ഓഫ് ആക്ഷൻ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ആ കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളാണ്, കുറച്ചും കൂടി ആഴത്തിലുള്ള അഭിമുഖമാണ് ഇവിടെ നടത്തപ്പെടുന്നത്. ഓക്കെ, യെസ്, അവിടെ നോട്ട് ചെയ്യാം. ഇറ്റ് ഈസ് സെമി സ്ട്രക്ചേർഡ്. സെമി സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ഇതിന്റെ എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ്? ഡെപ്ത് ഓഫ് ആക്ഷൻ ഇന്റർവ്യൂസ് ആണ്. സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ഏതാണ്?
പാറ്റേൺ ഓഫ് സ്ട്രക്ചർ ഇന്റർവ്യൂ കാറ്റഗറീസ് വരുന്നത്. പ്രീ പ്ലാൻ ചെയ്യുന്ന ഇന്റർവ്യൂസ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അല്ലെങ്കിൽ സ്റ്റാൻഡേർഡൈസ്ഡ് ഇന്റർവ്യൂസ് ഏത് ചോദിച്ചാൽ ആൻസർ ഏതാ വരുന്നത്? പാറ്റേൺ ഓഫ് സ്ട്രക്ചർ ഇന്റർവ്യൂ എന്നായിരിക്കും വരുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലായോ? ഡെപ്ത് ഓർ ആക്ഷൻ ഇന്റർവ്യൂ എന്താണ്? Okay. Then group or discussion interview. Group or discussion interview. In this type of interview, groups rather than individuals are interviewed. എന്താണ് ഗ്രൂപ്പ് ഓർ ഡിസ്കഷൻ ഇന്റർവ്യൂവിന്റെ പ്രത്യേകത? എന്തായിരിക്കും അതൊന്ന് പറയാമോ? ഗ്രൂപ്പ് ഇന്റർവ്യൂവിന്റെ പ്രത്യേകത എന്തായിരിക്കും? അല്ലെങ്കിൽ ഡിസ്കഷൻ ഇന്റർവ്യൂവിന്റെ പ്രത്യേകത എന്താണ്? ഗ്രൂപ്പ് ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും പറഞ്ഞേ? ഇപ്പോഴല്ലേ അത് പറയാൻ? ഗ്രൂപ്പായിട്ട് ഇന്റർവ്യൂസ് നടത്തുന്ന പാറ്റേൺസ് ആണ് ഗ്രൂപ്പ് ഇന്റർവ്യൂ എന്ന് ഇന്റർവ്യൂസ് എന്ന് പറയപ്പെടുന്നത് അല്ലെ? ഓക്കെ, അവിടെ എന്താ പറയുക, ടീം വർക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അവിടെ മെയിൻ ആയിട്ട് നോക്കപ്പെടുന്നത് അല്ലെ? പിന്നെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ തരുന്നത് സോൾവ് ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെ ഒരു ടീമിൽ എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരു ഗ്രൂപ്പ് ഇന്റർവ്യൂസിലെ ടോപ്പിക്സുകളായിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അടുത്തത് പാനൽ ഓർ ബോർഡ് ഇന്റർവ്യൂ. Panel or board interview. In this type of interview, a candidate is interviewed by a number of interviewers. What is panel board interview? എന്താണ് ഒരു പാനൽ? പാനൽ എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? നമ്പർ ഓഫ് ഇന്റർവ്യൂവേഴ്സ് അല്ലെ? ഒരു പാനൽ എന്ന് പറയുമ്പോൾ ഒരാളായിരിക്കും ഉദ്ദേശിക്കുന്നത്, ഒരു ഒന്നോ രണ്ടോ പേര് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. പാനൽ എന്ന് പറയുമ്പോ യെസ്, വെരി ഗുഡ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ? ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു വലിയ പാനൽ ആയിരിക്കുള്ളൂ ആ പേഴ്സണെ ഇന്റർവ്യൂ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയുള്ള കാറ്റഗറിയാണ് എന്ത്? ഇന്റർവ്യൂവർ കൂടുതലായിരിക്കുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കാറ്റഗറിയിൽ വരുന്നതാണ് പാനൽ ഓർ ബോർഡ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, then stress interview. അടുത്ത കാറ്റഗറിയാണ് സ്ട്രെസ് ഇന്റർവ്യൂ. In this stress interview, the interviewer undertakes an unfriendly role toward the applicant. He deliberately puts him on the defensive while trying to annoy, embarrass, or frustrate him. This is done in order to find out how a candidate behaves in stress situation, whether he loses his temper, get confused, or frustrated. എന്താണ് സ്ട്രെസ് ഇന്റർവ്യൂ? ഇതിനു മുന്നേ കേട്ടിട്ടുണ്ടോ നിങ്ങള് സ്ട്രെസ് ഇന്റർവ്യൂ? നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്ന ഇന്റർവ്യൂവർ ഒരു അൺഫ്രണ്ട്ലി മാനറിലായിരിക്കും നമ്മളോട് സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് എന്താണ് ഡെലിബറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? മനഃപൂർവ്വം ചെയ്യാൻ അല്ലെ? മനഃപൂർവ്വം നമ്മള് ഇറിറ്റേറ്റ് ചെയ്ത് ഫ്രസ്ട്രേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസ് തരും അല്ലെ? സിറ്റുവേഷൻസ് തന്നിട്ട് ആ സിറ്റുവേഷൻസിൽ എത്രത്തോളം നമ്മൾ ബിഹേവ് ചെയ്യുന്നു അല്ലെ? ടെൻഷൻ അടിപ്പിക്കുക മാത്രമല്ല, സ്ട്രെസ്ഫുൾ ആയ സിറ്റുവേഷൻസിൽ നമ്മൾ എങ്ങനെ അതിനെ മറികടക്കും, ആ ഒരു പ്രോബ്ലം എങ്ങനെ നമ്മൾ സോൾവ് ചെയ്ത് അതെങ്ങനെ അതിന് മുന്നോട്ട് വരും എന്നത് കൃത്യമായിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള സിറ്റുവേഷൻ തരുന്നത്. അപ്പൊ ഏത് തരം സിറ്റുവേഷൻസ് കൊടുക്കാം. അപ്പൊ ആ ഒരു സമയത്ത് ചിലപ്പോൾ ചിലവരെ ഇതിലായിരിക്കും ഈ ഇങ്ങനത്തെ ഇന്റർവ്യൂസിൽ ചിലവർ ഇതിൽ ഫീൽഡ് ആയി പോകാറുണ്ട്. എന്താണ്? കാരണം ചിലപ്പോൾ ടെമ്പറൊക്കെ കൂടുതൽ, ദേഷ്യമൊക്കെ കൂടുതലുള്ളവർക്ക് ചിലപ്പോൾ എന്താണ് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വിക്കളയും. പക്ഷെ ചിലരെന്താണ് മാക്സിമം പിടിച്ചു വെക്കും. ജോലിക്ക് ആവശ്യമുള്ളവരാണെങ്കിൽ പിടിച്ചു വെക്കും. അല്ലാത്തവർ എന്താണ് ചില സിറ്റുവേഷൻസിൽ പതറി പോകുന്നവരുണ്ടാവും. അവർ ഇങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. സ്ട്രെസ്ഡ് ആക്കിയിട്ട് നമ്മളെ ശരിക്കും നമ്മുടെ മാനസികമായിട്ട് പിരിമുറുക്കം തന്നുകൊണ്ടാണ് ഈ ഒരു ഇന്റർവ്യൂ ആ ഒരു സിറ്റുവേഷൻ കൊടുത്തിട്ട് ആൾ എങ്ങനെ ആ സിറ്റുവേഷൻസിൽ എങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ളത് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇൻ കേസ് ആ ഒരു ഓർഗനൈസേഷൻ അത്തരം സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ എത്രത്തോളം പേഷ്യൻസോട് കൂടി അല്ലെങ്കിൽ എത്രത്തോളം ക്ഷമയോടുകൂടി ആ സിറ്റുവേഷൻ ആൾക്ക് നേരിടാൻ പറ്റും എന്നും കൂടി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രെസ് ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇതിനൊരു പർട്ടിക്കുലർ സിറ്റുവേഷൻ കൊടുക്കും കേട്ടോ, എന്നിട്ടാണ് അത് ചെയ്യപ്പെടുന്നത്. ഓക്കെ, യെസ്. അപ്പോ ദീസ് ആർ ദ ടൈപ്സ് ഓഫ് ഇന്റർവ്യൂസ്. ഏതൊക്കെയാണെന്ന്? പാറ്റേൺ ഓഫ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂസ് ആണ്. നോൺ ഡയറക്റ്റീവ് ഓർ ഫ്രീ ഇന്റർവ്യൂസ്. പാറ്റേൺ ഓഫ് സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്?
അതൊരു സ്റ്റാൻഡർഡൈസ്ഡ് ഇന്റർവ്യൂസ് ആണ്, വെൽ പ്ലാൻഡ് ആയിട്ട് പ്രീ പ്ലാൻ ചെയ്തിട്ടായിരിക്കും നടത്തപ്പെടുന്നത്. നോൺ ഡയറക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഫ്രീ ഇന്റർവ്യൂസ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത് അല്ലെ. ജനറൽ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ഇതൊരു കൺസിഡർ ആയിട്ടുള്ള ലെങ്ത് ഓഫ് ടൈമിലുള്ള ആൾക്ക് ആൻസർ പറഞ്ഞാൽ മതിയാവുന്ന ടൈപ്സ് ഓഫ് ഇന്റർവ്യൂസ് ആണ് അതിൽ. ഡെപ്ത് ഓർ ആക്ഷൻ ഇന്റർവ്യൂസ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ചില ടിപ്പിക്കൽ സബ്ജക്ട്സ് മാത്രമാണ് അവിടെ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് കാൻഡിഡേറ്റ്സിന്റെ ഹോം ലൈഫിനെ സിറ്റുവേറ്റ് ചെയ്ത കാര്യങ്ങൾ, എഡ്യൂക്കേഷൻ, പ്രീവിയസ് എക്സ്പീരിയൻസ്, ആപ്റ്റിറ്റ്യൂഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അതിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. ദെൻ ഗ്രൂപ്പ് ഓർ ഡിസ്കഷൻ ഇന്റർവ്യൂസ്. ഓക്കെ, ഒരു ഗ്രൂപ്പിലാണ് ഇന്റർവ്യൂ ചെയ്യപ്പെടുന്നത്. പാനൽ ബോർഡ് എന്ന് പറയുന്ന നമ്പർ ഓഫ് ഇന്റർവ്യൂവേഴ്സ് അവിടെ കൂടുതലായിരിക്കും. പാനൽ ബോർഡിന്റെ അംഗങ്ങൾ കൂടുതലായിരിക്കും ഒരു വ്യക്തി ഇന്റർവ്യൂ ചെയ്യാനായിട്ട്. സ്ട്രെസ് ഇന്റർവ്യൂ എന്ന് പറയുന്നത് സ്ട്രെസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് കൊടുത്തിട്ട് ഇന്റർവ്യൂവേഴ്സ് ഒരു അൺഫ്രണ്ട്ലി മാനറിലായിരിക്കും നമ്മളോട് സംസാരിക്കുന്നത്. അത്തരം സിറ്റുവേഷൻസിൽ നമ്മൾ എങ്ങനെ അതിന് ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് കൂടി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ട്രെസ് ഇന്റർവ്യൂസുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ടൈപ്സ് ഓഫ് ഇന്റർവ്യൂ ക്ലിയർ ആണോ? പേജ് നമ്പർ 23. Okay. Next one, promotion. Promotion. A promotion means the transfer of an employee to a job which pays more money or one that carries some preferred status. The normal policy is to take merit into consideration, sometimes length of service, education, training courses completed, then previous work history, etc. factors which are given weight while deciding on a promotion. എന്താണ് പ്രമോഷൻ എന്ന് പറയുന്നത്? പ്രമോഷൻ ഏതൊക്കെ സാഹചര്യത്തിലാണ് നമ്മൾ ഒരാളെ പ്രമോട്ട് ചെയ്യുന്നത്? ഏതൊക്കെ സാഹചര്യങ്ങളിലാണ്? യെസ്, പെർഫോമൻസ് ബേസിസില്, വർക്ക് എക്സ്പീരിയൻസിന്റെ ബേസിസില് അല്ലെ. ഇവിടെ നമ്മള് ഹയർ പൊസിഷൻസിലേക്ക് എന്താണ് ആള് ഇവിടെ പ്രമോഷൻ ചെയ്യുന്നതനുസരിച്ച് ആൾക്ക് സാലറിയിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ? സീനിയോറിറ്റി നോക്കിയൊക്കെ നമ്മൾ എന്താണ് പ്രമോട്ട് ചെയ്യാറുണ്ട്. അപ്പൊ ആളുടെ സാലറിയിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ? സാലറിയിൽ എന്താണ് സാലറി കൂടും അല്ലെ, സ്റ്റാറ്റസ് ഒന്നുകൂടി കൂടും. ഇനി പ്രധാനമായിട്ട് പ്രമോഷൻ നടക്കുന്നത് കുറച്ചൊക്കെ ഫാക്ടേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെ. ഏതൊക്കെ അഫക്റ്റിംഗ് ഫാക്ടേഴ്സ് ആണ് അതിനെ അഫക്ട് ചെയ്യുന്നത്? നോക്കൂ, ഒന്ന് ലെങ്ത് ഓഫ് സർവീസസ് അല്ലെ, അതാണ് നേരത്തെ പറഞ്ഞ സീനിയോറിറ്റി നോക്കാന്ന് അറിയില്ല നമ്മള്. ഓക്കെ, അത് നോക്കും. അതേപോലെ തന്നെ എന്താണ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? അവരുടെ ക്വാളിഫിക്കേഷൻസ് ചിലപ്പോൾ കൂടിയിട്ടുണ്ടാവും അല്ലെ. ഓക്കെ, എഡ്യൂക്കേഷൻ ഉദ്ദേശിക്കുന്നത് ക്വാളിഫിക്കേഷൻസ് ആണ്. പിന്നെ ട്രെയിനിങ് കോഴ്സസ് കംപ്ലീറ്റഡ്, ആ ഒരു കോഴ്സിന്റെ അല്ലെങ്കിൽ ആ ജോലിയുടെ ഭാഗമായിട്ട് ചിലപ്പോൾ വിവിധ തരത്തിലുള്ള എന്താ കോഴ്സുകൾ അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിലൊക്കെ എന്താണ് ചിലപ്പോൾ അച്ചീവ് ചെയ്തിട്ടുണ്ടായിരിക്കും. കോഴ്സ് പൂർണ്ണമായിട്ട് എന്തെങ്കിലും റെലവെന്റ് ആയിട്ടുള്ള പ്രോഗ്രാംസുകൾ ചെയ്ത ആളായിരിക്കാം. പിന്നെ പ്രീവിയസ് വർക്ക് ഹിസ്റ്ററി നോക്കുമ്പോൾ എന്താണ് ഏറ്റവും നല്ല പെർഫോമൻസ് ആയിരിക്കും ചിലപ്പോൾ അയാൾ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ, ആ ഒരു കാൻഡിഡേറ്റ്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ആളുടെ പ്രമോഷൻ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ എന്താണ് ഇതിന്റെ ഈ പ്രമോഷനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. നോക്കൂ, ലെങ്ത് ഓഫ് സർവീസസ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് കോഴ്സ് കംപ്ലീറ്റഡ് ആൻഡ് പ്രീവിയസ് വർക്ക് ഹിസ്റ്ററി. ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരാളെ പ്രമോട്ട് ചെയ്യുന്നത്. പ്രമോഷൻ ചെയ്യുന്നതിനനുസരിച്ച് എന്താണ് അയാളുടെ സ്റ്റാറ്റസ് കൂടുന്ന, ആൾക്ക് പേ റേസ് ചെയ്ത സാലറി കൂടുതൽ ഇരട്ടിയാവുന്ന അത്തരം ബെനിഫിറ്റ്സുകളും പിന്നെ മറ്റു ബെനിഫിറ്റ്സുകൾ, ആ ജോലിയുടെ ഭാഗമായിട്ട് കിട്ടുന്ന എല്ലാ ബെനിഫിറ്റ്സുകളും അയാളുടെ പ്രമോഷനിലൂടെ ആൾക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, മനസ്സിലായോ എന്താണ് പ്രമോഷൻ എന്ന് പറയുന്നത്? Promotion means the transfer of an employee to a job which pays more money or one that carries some preferred status. Okay. ഇനി അപ്പൊ നമ്മൾ പറഞ്ഞു പ്രമോഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രത്യേകിച്ച് ആളുടെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ, സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിലൊക്കെ ആൾക്ക് പേ റൈസസ് കൂടുന്ന സിറ്റുവേഷൻ ആണ് പറഞ്ഞത്. അപ്പൊ എന്തായിരിക്കും ഡിമോഷൻ എന്ന് പറയുന്നത്? ഡിമോഷൻ എന്താണ്? ഒരാളുടെ പദവി നമ്മൾ ഉയർത്തുകയാണോ താഴ്ത്താണോ? ഡിമോട്ട് ചെയ്യാം, താഴ്ത്താണ് അല്ലെ. അയാളുടെ പൊസിഷൻ നമ്മള് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഡിമോഷൻ സംഭവിക്കുന്നത്? എന്തൊക്കെ കാരണമാണ് ഡിമോഷൻ സംഭവിക്കുന്നത്?
ഡിമോഷൻസ് മീൻസ് ദ ലോവറിംഗ് ഡൗൺ ഓഫ് ദ സ്റ്റാറ്റസ് അല്ലെ. എന്താണ് ഒരാളുടെ പദവി താഴ്ത്തുന്ന ഒരു പ്രക്രിയയാണ് ശരിക്കും പറഞ്ഞാൽ എന്താണ് ലോവറിംഗ് സ്റ്റാറ്റസ് ആണ് ശരിക്കും ഡിമോഷൻ എന്ന് പറയുന്നത്. അത് സാലറി ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ആൻ എംപ്ലോയി എന്തൊക്കെയാണ് അവിടെ കുറയ്ക്കുന്നതാണ് സ്റ്റാറ്റസും സാലറി റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കുറയ്ക്കപ്പെടുന്നത്. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ഡിമോഷൻ സിവിയർ ആസ് യൂസ്ഫുൾ പർപ്പസ് ഇൻ ദ സെൻസ് ഓഫ് that they keep the employee vigilant and alive to their responsibilities and duties. ഇതായത് എന്തെങ്കിലും ഒരു പ്രോട്ടോകോൾ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും നമ്മൾ ഡിമോട്ട് ചെയ്യുന്നത് അല്ലെ. പക്ഷെ ഈ ഡിമോഷൻ നല്ലതാണോ ചീത്തയാണോ? ഒരു ഒരു നമ്മളൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ ഡിമോഷൻ ഒരു കാരണവശാലും നല്ലതല്ലേ. കാരണം എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഒരാളെ ഡിമോട്ട് ചെയ്യുന്ന സമയത്ത് ആ പേഴ്സണ് ആൾക്ക് എന്തെങ്കിലും ചിലപ്പോ ബാഡ് ക്വാളിറ്റീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിഹേവിയർ പ്രോബ്ലംസോ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷന് കാണിക്കാൻ പറ്റാത്ത എന്തെങ്കിലും മിസ്ബിഹേവിയേഴ്സ് ഒക്കെ കാണിക്കാൻ എന്തെങ്കിലും മറ്റെന്തെങ്കിലും ക്രമക്കേടുകൾ മീൻസ് ഓർഗനൈസേഷന് പറ്റാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ റെഗുലേഷൻസ് ഒക്കെ തെറ്റിച്ചുള്ള പോളിസീസ് ഒക്കെ കാണിക്കുകയാണെങ്കിൽ എന്താണ് അത് മനസ്സിലാക്കുമ്പോഴാണ് അയാൾ നമ്മൾ ഡിമോട്ട് ചെയ്തത്. അപ്പൊ ആൾക്കത് തിരിച്ചറിയാൻ പറ്റും അല്ലെ. അപ്പൊ ആൾക്ക് അതിൽ നിന്ന് ആ ഒരു സ്വഭാവം ആ ഒരു ബാഡ് ക്വാളിറ്റി മാറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ടും ചിലപ്പോൾ ഡിമോഷൻ സഹായിക്കാറുണ്ട്. എല്ലാവരും അല്ല കേട്ടോ, ചില സാഹചര്യങ്ങളിൽ പലർക്കും എന്താണ് ഒരു ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഡിമോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ജീവനക്കാരെ അവരുടെ ജാഗ്രതയോടുകൂടി നിലനിർത്താനായിട്ടും ഡിമോഷൻ സഹായിക്കുന്നുണ്ട്. പക്ഷെ ചില കാരണത്താൽ ചിലവരെ നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ ഡിമോട്ട് ചെയ്ത് കളയാറുണ്ട്. ഒട്ടും എടുക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും, അവരെ പൂർണ്ണമായിട്ട് നമ്മൾ ഡിമോട്ട് ചെയ്ത് കളയാറുണ്ട്. ഓക്കെ, അതായത് ഏറ്റവും ലോവർ പൊസിഷൻസിലേക്ക് സാലറീസും റെസ്പോൺസിബിലിറ്റീസും കുറച്ചുകൊണ്ട് ചിലപ്പോൾ ഏറ്റവും താഴ്ത്ത പൊസിഷനിലേക്ക് നിർത്താറുണ്ട്. ചിലർ അത് അക്സെപ്റ്റ് ചെയ്യും, ചിലർ അതിൽ നിന്ന് മുന്നേറണമെന്ന് വിചാരിക്കുന്നവർ മാത്രമേ ഇംപ്രൂവ് ചെയ്യൂ. ഓക്കെ, അടുത്തത് ട്രാൻസ്ഫർ. ട്രാൻസ്ഫർ എന്താ? A transfer is a horizontal or lateral movement of an employee from one job section, department or position to another at the same or another place where the salary, status and responsibility are the same. It generally does not consist of a promotion, demotion or a change of job status other than movement from one job or a place to another. Transfers are generally effected to build up a more satisfactory work day. ട്രാൻസ്ഫർ എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്ഫർ ആകാം തിരശ്ചീനമായിട്ടുള്ള ഒരു സെക്ഷൻ ആണെന്നാണ് പറയുന്നത്, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണെന്നാണ് പറയുന്നത്. എന്താണ് ട്രാൻസ്ഫർ കൊണ്ട് അർത്ഥമാക്കുന്നത്? നമ്മള് ഒരാളെ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണോ ട്രാൻസ്ഫർ? യെസ്, മൂവ്മെന്റ് ടു അനദർ പ്ലേസ് ആണ് അല്ലെ. അതായത് ഡിപ്പാർട്ട്മെന്റിൽ മറ്റൊരു പൊസിഷൻസിലേക്ക് മാത്രമേ അയാൾ മാറ്റുന്നുള്ളൂ അല്ലെ. അപ്പൊ അവിടെ എന്തൊക്കെ വ്യത്യാസം വരുന്നുണ്ട്? എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? സാലറിയോ സ്റ്റാറ്റസോ റെസ്പോൺസിബിലിറ്റീസോ വ്യത്യാസം വരുന്നുണ്ടോ? ഇല്ല അല്ലെ. ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് മാത്രമേ മാറുന്നുള്ളൂ. ആളുടെ റെസ്പോൺസിബിലിറ്റീസോ സാലറീസോ മറ്റ് സ്റ്റാറ്റസോ ഒന്നും തന്നെ മാറ്റപ്പെടുന്നില്ല. ഓക്കെ, യെസ്. ഇങ്ങനെ നമ്മൾ ഈ ട്രാൻസ്ഫർ നടത്തുന്ന സമയത്ത് എങ്ങനെയുള്ളവരായിരിക്കും ഏറ്റവും കൂടുതൽ ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഏതൊക്കെ സാഹചര്യത്തിൽ നമുക്ക് ട്രാൻസ്ഫർ ആവശ്യമായിട്ട് വരുന്നത്? ഏതൊക്കെ സാഹചര്യത്തിലാണ് ട്രാൻസ്ഫർ ആവശ്യമായിട്ട് വരുന്നത്? പ്രമോഷൻ ട്രാൻസ്ഫറിന്റെ ഒരു ഘടകമാണ് അല്ലെ. ഓക്കെ, ചില സാഹചര്യങ്ങളിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ ഒരു കമ്പനിയുടെ ഏറ്റവും ഹെഡ് ഓഫ് ദ പൊസിഷനിലേക്ക് ആൾ ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. പ്രൊമോഷന്റെ ഭാഗമായിട്ട് നമ്മൾ അത് ചെയ്യാറുണ്ട് അല്ലെ. ദെൻ എക്സ്പീരിയൻസിന്റെ ഭാഗമായിട്ട് ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. ചിലപ്പോ ആ ഒരു കമ്പനിയിൽ ചിലപ്പോ എന്തെങ്കിലും വേക്കൻസീസോ അല്ലെങ്കിൽ ഒരാളുടെ പെർട്ടിക്കുലർ ആവശ്യം അവിടെ വരുവാണെങ്കിൽ പണിഷ്മെന്റിന്റെ ഭാഗമായിട്ടും ട്രാൻസ്ഫർ ചെയ്യാറുണ്ട് അല്ലെ. പണിഷ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യില്ലേ? പിന്നെ അതേപോലെ എംപ്ലോയീസ് കുറഞ്ഞാല് ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് പല രീതിയിൽ നമ്മൾ എന്താണ് എംപ്ലോയീസിനെ ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. ഓക്കെ, ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് പോകുന്ന സമയത്ത് തന്നെ എന്താണ് transfers are generally effected to build up a more satisfactory work day. ഇവിടെ എന്താ അങ്ങനെ ഒരു പോയിന്റിൽ സൂചിപ്പിക്കുന്നത്? Transfers are generally effected to build up a more satisfactory work day. എന്താണ് പറയുന്നത്?
എങ്ങനെയുള്ള ഒരു ടീമിനെ നമ്മൾ ഈ ട്രാൻസ്ഫർ കൊണ്ട് കെട്ടിപ്പടുക്കാൻ സാധിക്കണം? കൂടുതൽ തൃപ്തികരമായിട്ടുള്ള ഒരു വർക്ക് ടീമിനെ അല്ലെങ്കിൽ ഏറ്റവും സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു വർക്ക് ടീമിനെ നമുക്ക് ഉയർത്താനായിട്ട് ഇത്തരം ട്രാൻസ്ഫർ കൊടുക്കുന്നതിലൂടെ എഫിഷ്യന്റ് ആയിട്ടുള്ള വർക്കേഴ്സിനെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഓക്കെ ഹാർഡ് വർക്കിംഗ് ടീമിനെ തന്നെ നമുക്കതിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ യെസ്, നിങ്ങൾ ആരെങ്കിലും ട്രാൻസ്ഫർ ഒക്കെ അനുഭവിച്ച ആരെങ്കിലും ഉണ്ടാവും? ഏതെങ്കിലുമൊക്കെ ജോലിയിലൊക്കെ കയറിയിട്ട് നിങ്ങൾ ഏതെങ്കിലും പ്ലേസിലോട്ട് മാറ്റം ചെയ്തിട്ടുണ്ടോ? എവിടെയാണ് രേഷ്മേനെ മാറ്റിയത്? എന്തുകൊണ്ടാണ് ട്രാൻസ്ഫർ ചെയ്തത് പറഞ്ഞാൽ മതി. എന്തുകൊണ്ടാണ് ട്രാൻസ്ഫർ ചെയ്തത് തന്നെ? ബ്രാഞ്ച് മാറി. ഓക്കെ ഓക്കെ, പ്രമോഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, ആരുടെയോ ഒരു ക്യാമറ ഓൺ ചെയ്ത ഒരാൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, കണ്ടോ നിങ്ങള്? ഹലോ, ക്ലാസ് കാണണോ? ക്ലാസ് കാണണോ? സ്നേഹ, മോനായിരുന്നു ഒന്ന് ഇത്ര നേരം ക്ലാസ് കണ്ടുകൊണ്ടിരുന്നത്. നിങ്ങൾ കണ്ടോ കുഞ്ഞിനെ? Transfer. Okay, next എന്താണ്? Separations. Separation means termination of service or agreement with the organization for some reasons. Employee may be separated from the payroll of an organization because of. What is separation? എന്താണ് separate ചെയ്ത് പോവാന്ന് പറയുന്നത്? ഒരാള് നമ്മൾ അയാളുടെ ശമ്പള പട്ടിക അയാളുടെ പേറോളിൽ നിന്ന് നമ്മൾ ആ ജീവനക്കാരെ വേർപെടുത്തുന്ന ഒരു പ്രക്രിയയാണ് അല്ലെ സെപ്പറേഷൻസ് എന്ന് പറയുന്നത്. ടെർമിനേഷൻ ആണ് അല്ലെ. ഓക്കെ, അപ്പൊ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ഒരു സെപ്പറേഷൻ വരുന്നത് അവിടെ? ഒന്ന് റെസിഗ്നേഷൻ, ഡിസ്ചാർജ് ആൻഡ് ഡിസ്മിസൽ, സസ്പെൻഷൻ, ലേ ഓഫ്. നോക്കാം, റെസിഗ്നേഷൻ may be put in voluntarily by the employee on account health, physical disability, better opportunities, else for reasons of marriage, etc. Okay, ഒരു കമ്പനിയിൽ നിന്ന് ഒരാളെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതിന് പല കാരണങ്ങൾ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ അവര് തന്നെ പോവാറുണ്ട്, അല്ലെങ്കിൽ എന്താണ് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ പോലെ കമ്പനി അവരെ നീക്കം ചെയ്യാറുണ്ട്. അപ്പൊ അതിൽ ഫസ്റ്റ് വരുന്നത് എന്താണ്? റെസിഗ്നേഷൻ ആണ്. എന്താണ് റെസിഗ്നേഷൻ? ഞാൻ റിസൈൻ ചെയ്തു എന്ന് പറയാറില്ലേ? എന്താ പറയുന്നത്? നിർത്തിപ്പോകുന്ന അല്ലെ, പിരിഞ്ഞു പോവുക അല്ലെ. അപ്പൊ ചില എംപ്ലോയീസിന് ചില പല കാരണങ്ങൾ കൊണ്ട് ഒരു പിന്മാറാറുണ്ട് അവരുടെ അല്ലെ. അവിടെ പറയുന്നത് എന്താണ്? ഒന്ന് ചിലപ്പോ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങളാവാം, ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ളവരാവാം, പിന്നെ ചിലപ്പോ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് റോഡിലൊക്കെ ജോലി ഓഫർ ആയിട്ട് കിട്ടുന്നവരാവാം, ചിലപ്പോ എന്താണ് ഇൻ കേസ് റീസൺ ഓഫ് മാരേജ് അല്ലെ. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോ കല്യാണം ചിലപ്പോ കഴിഞ്ഞു പോകുന്ന സമയത്ത് ചിലപ്പോ വേറൊരു ജില്ലയിൽ വേറെ ഡിസ്ട്രിക്റ്റിലൊക്കെ ആണെങ്കിൽ അബ്രോഡ് ആണെങ്കിലും എന്താണ് ചിലപ്പോ അങ്ങനെ നമ്മൾ റിസൈൻ ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെയാണ് റിസൈനിങ്ങിന് പ്രധാനമായിട്ട് വരുന്ന കുറച്ച് കാരണങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ എംപ്ലോയീസ് എന്താണ് ഒരു ഓർഗനൈസേഷനിൽ നിന്ന് വിട്ടുപോകാറുണ്ട്. ഓക്കെ, അത് റെസിഗ്നേഷനുമായി ബന്ധപ്പെട്ട് അവര് നേരിട്ട് പിരിഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. പിന്നെ എന്താണ്? ഡിസ്ചാർജ് ആൻഡ് ഡിസ്മിസൽ. എന്താ ഡിസ്ചാർജ് ആൻഡ് ഡിസ്മിസൽ എന്ന് പറയുന്നത്? പുറത്താക്കാം. A discharge involves permanent termination of an employee from the payroll because of violation of rules or for insufficient performance. ഒരാളെ നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ ഡിസ്ചാർജ് ചെയ്യുന്നതല്ല, ഡിസ്മിസ് ചെയ്യുന്നതിന് കാരണം എന്താണ്? അയാളുടെ ശമ്പള പട്ടികയിൽ നിന്ന് അയാളെ ടെർമിനേറ്റ് ചെയ്യണല്ലേ. എന്തുകൊണ്ടായിരിക്കാം? എന്തെങ്കിലും തരത്തിലുള്ള വയലേഷൻസ് കാണിച്ചിട്ടുണ്ട് അല്ലെ. പ്രത്യേകിച്ച് ഒന്നിലും എന്താ പറയാ അത് പോളിസീസ് ഒന്നും അനുസരിക്കാതെ അല്ലെങ്കിൽ ഇൻസഫിഷ്യന്റ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്ന മിസ്ബിഹേവിയർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ എന്താണ്? നമ്മള് ആ കമ്പനിക്ക് ഉതകാത്ത രീതിയിലുള്ള പെർഫോമൻസ് ആണെങ്കിൽ ആളെ നമ്മൾ എന്ത് ചെയ്യും?
ഡിസ്മിസ് ചെയ്തിരിക്കും. ഓക്കെ, അങ്ങനെയാണ് പിന്നെ എംപ്ലോയീസിൽ സെപ്പറേഷൻസ് സംഭവിക്കുന്നത്. ഓക്കെ, ഡിസ്മിസ് ആൻഡ് ഡിസ്ചാർജ് ആൻഡ് ഡിസ്മിസൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? Then suspension. Suspension refers to one HR-related actions in which the employee is terminated from work for a specific period of time, usually without pay as a form of disciplinary action. Suspend ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? ഇത് ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ആക്ഷൻസിൽ ആ ഒരു പോളിസീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് എന്താണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? സസ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അയാൾ നമ്മൾ പൂർണ്ണമായിട്ടും ജോലിയിൽ നിന്ന് ഒഴിവാക്കുകയാണോ ചെയ്യുന്നത്? നോ, അല്ലെ? സ്പെസിഫിക് പീരീഡിലേക്ക് മാത്രമാണ്, അല്ലെ, ഒരു നിശ്ചിത ടൈമിലേക്ക് മാത്രമാണ് നമ്മൾ ആ ഒരു എംപ്ലോയിനെ എന്ത് ചെയ്യുന്നത്? ടെർമിനേറ്റ് ചെയ്യുന്നത്, അല്ലെ? ആക്ച്വലി വിത്തൗട്ട് പേ. അവിടെ പൈസ കൊടുക്കുന്നുണ്ടോ? അപ്പോ സാലറി കിട്ടും ആൾക്ക്? നോ, ഇല്ലേ? പൈസ ഉണ്ടായാലും സാലറി ആൾക്ക് ലഭിക്കുന്നില്ല, അല്ലെ? അതായത് എന്താണ്? അതായത് HR-മായി ബന്ധപ്പെട്ട് വരുന്ന ഒരു റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ആക്ഷൻ ആണ് എടുക്കുന്നത്. അതായത് അങ്ങനെ സസ്പെൻഡ് ചെയ്യുന്ന ആൾക്ക് ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം ആയിരിക്കും. ചിലപ്പോൾ 1 month ആയിരിക്കാം, അല്ലെങ്കിൽ 15 ദിവസം, 25 ദിവസം, അങ്ങനെയൊക്കെ ആയിരിക്കും ടൈം പീരീഡ്സ് വരുന്നത്. സ്പെസിഫിക് ആയിട്ടുള്ള ടൈം പീരീഡ് കൊടുക്കും, ആ ഒരു പീരീഡ് ആൾക്ക് ശമ്പളം കിട്ടുന്നതാണ്. ഓക്കെ, യെസ്, ഇതാണ് എന്താ സസ്പെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ആ ഒരു രീതിയിൽ എന്താണ് സസ്പെൻഷൻ എന്ന് പറയുന്നത് സെപ്പറേറ്റഡ് ആയിട്ട് വരുന്ന സെപ്പറേഷൻസിൽ വരുന്ന മറ്റൊരു പ്രൊസീജിയറാണ്. ഓക്കെ, നമ്മൾ റെസിഗ്നേഷൻ നോക്കി, ഡിസ്ചാർജ് ആൻഡ് ഡിസ്മിസൽ, സസ്പെൻഷൻ. ലാസ്റ്റ് വൺ എന്താണ്? ലേ ഓഫ്. എന്താണ് ലേ ഓഫ് എന്ന് പറയുന്നത്? ലേ ഓഫ് ചെയ്യാന്ന് പറഞ്ഞ എന്താ? ജോലിയിൽ നിന്ന് നമ്മള് എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യപ്പെടുന്നു? ജോലിയിൽ നിന്ന് ലേ ഓഫ് ചെയ്യാന്ന് പറയുന്നത് നിരന്തരമായിട്ടാണോ താൽക്കാലികമായിട്ടാണോ പിരിച്ചുവിടുന്നത്? ലേ ഓഫ് ചെയ്യാന്ന് പറയുന്നത് താൽക്കാലികമായിട്ട് പിരിച്ചുവിടും, അല്ലെ? Layoff refers to an infinitive termination of the employee from payroll owing to factors which cannot be controlled by the employer. The purpose of a layoff is to lessen the financial burden on an organization when human resources cannot be utilized in a proper manner. നമ്മൾ ആൾക്കാരെയൊക്കെ ജോലിക്കാരെയൊക്കെ താൽക്കാലികമായിട്ട് നമ്മൾ എപ്പോഴാണ് പിരിച്ചുവിടാറുള്ളത്? എപ്പോഴാണ് പിരിച്ചുവിടുന്നത്? നമ്മള് സസ്പെൻഡ് ചെയ്യുന്നതല്ല, അത് മാത്രമാണോ? ഒരു കമ്പനിയിൽ ഒരുപാട് ജോലിക്കാരുണ്ട്, അവിടെ ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് അവരെ കുറെ പേരെ നമ്മൾ പിരിച്ചുവിട്ടു. എന്തുകൊണ്ടായിരിക്കാം? യെസ്, ഫിനാൻഷ്യൽ പ്രോബ്ലം, അല്ലെങ്കിൽ ആ കമ്പനിക്ക് ഒരു വലിയ ബേർഡൻ ഉണ്ടാവുമ്പോ, അല്ലെ, സാമ്പത്തികമായിട്ടൊരു ലോസ് സംഭവിക്കുമ്പോൾ മാത്രമായിരിക്കാം ചിലപ്പോൾ അത്രയും പേർക്ക് അവർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുന്നുണ്ടാവില്ല, അല്ലെ? അത്തരം സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു താൽക്കാലിക പീരീഡിലേക്ക്, ചിലപ്പോ അത് നീണ്ടുപോയെന്നിരിക്കും, അല്ലെ? നീണ്ടുപോയെന്നിരിക്കും. താൽക്കാലികമായിട്ടൊരു കുറച്ച് സമയത്തേക്ക് എന്താണ് അവരുടെ പേരോളിൽ നിന്ന് അത്തരം ജീവനക്കാരെ നമ്മൾ എന്ത് ചെയ്യും? അനിശ്ചിത കാലത്തേക്ക് തിരിച്ചുവിടുന്ന ഒരു പ്രക്രിയയാണ് എന്ത്? ലേ ഓഫ് എന്ന് പറയുന്നത്. അതുപോലെ സെപ്പറേഷന്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. അതായത് അത്രയും പേരെ അവർക്ക് ആ ഒരു കമ്പനിക്ക് ആ ഒരു സമയത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടാവില്ല. അത്രയും പേരുടെ യൂട്ടിലൈസേഷൻ പറ്റാത്ത സമയത്താണ് അവർ അത്രയും പേരെ നമ്മൾ പിരിച്ചുവിടുന്നത്. ഓക്കെ, യെസ്. അപ്പൊ മനസ്സിലായോ എന്താണ് സെപ്പറേഷൻ എന്ന് പറയുന്നത്? ആ സെപ്പറേഷൻ എന്താണ്? അത് കുറച്ചൊരു ടൈം പീരീഡിലേക്ക് ഒരു സർവീസ് അഗ്രിമെന്റിന്റെ ഭാഗമായിട്ട് ചില കാരണങ്ങളാൽ കൊണ്ട് ജോലിക്കാരെ നമ്മൾ മാറ്റി നിർത്തുന്ന ഒരു പ്രക്രിയയാണ്. ഇത് പല രീതിയിൽ നടക്കാറുണ്ട്. ഒന്നില്ലെങ്കിൽ എംപ്ലോയീസ് തന്നെ ചോദിച്ചു വാങ്ങാറുണ്ട്, അത് റെസിഗ്നേഷൻ പോലെ, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസോ അല്ലെങ്കിൽ മറ്റു റീസൺസ് പോലെ പോവാറുണ്ട്. ഇൻ കേസ് ഇനി എന്തെങ്കിലും വയലേഷൻസ് കാണിച്ചാൽ നമ്മൾ അവർ ഡിസ്ചാർജ് ഡിസ്മിസൽ കൊടുത്തു വിടുന്നുണ്ട്. സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ഒരു സ്പെസിഫിക് പീരീഡ് ടൈമിലേക്ക് അവരെ നമ്മൾ സസ്പെൻഡ് ചെയ്യുന്നു, അവിടെ അവർക്ക് സാലറി ഒന്നും തന്നെ കൊടുക്കുന്നതായിരിക്കും. പിന്നെ ലേ ഓഫ് ചെയ്യുന്നത് ഓർഗനൈസേഷൻ ഒരു ഫിനാൻഷ്യൽ ബർഡൻ ഒക്കെ വരുന്ന സമയത്ത് നിശ്ചിതകാല പീരീഡിലേക്ക് മാത്രം നമ്മൾ എംപ്ലോയീസിനെ മാറ്റി നിർത്താറുണ്ട്, സെപ്പറേറ്റ് ചെയ്യിക്കാറുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് സെപ്പറേഷൻ കാറ്റഗറീസിൽ വരുന്ന പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ?
Okay. ക്ലിയർ ആണോ ഇപ്പൊ പറഞ്ഞത്? ഇവിടെ വരെ പറഞ്ഞത് നിങ്ങൾ എടുത്ത് അത്ര ഒന്ന് വായിച്ചു നോക്കാവോ? എടുത്ത് അത്ര ഒന്ന് വായിച്ചു നോക്കി. യെസ്, ഓക്കെ. നെക്സ്റ്റ് വരുന്നത് എംപ്ലോയീസ് ട്രെയിനിങ് ആണ് കേട്ടോ. എംപ്ലോയീസ് ട്രെയിനിങ്, ജീവനക്കാരുടെ പരിശീലനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യം. Training is a process of learning. It's a series of learning, a series of programmed behavior. It is the application of knowledge. It's make people aware of the rules and procedures to manage their behavior. Okay. Training process എന്ന് പറയുന്നത് എന്താണ്? അതൊരു ലേണിംഗ് സീരീസ് ഓഫ് പ്രോഗ്രാംഡ് ബിഹേവിയർ ആണ് അല്ലെ. ഒരു ജോലിയെ പറ്റിയിട്ട് അവർക്ക് ആ ജോലിയുടെ ഡ്യൂട്ടീസ് എന്താണ്, അവിടെ ചെയ്യേണ്ട ടാസ്കുകൾ എന്തൊക്കെയാണ് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു നോളജ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു തരം സെക്ഷൻ ആണ്, അല്ലെങ്കിൽ ഒരു സീരീസ് ആണ് എന്ത് ട്രെയിനിങ് അഥവാ പരിശീലനം എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ. അപ്പൊ ഇത് കൊടുക്കുന്നതിനനുസരിച്ചിട്ടാണ് ആ എംപ്ലോയീസിന് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും, എന്തൊക്കെ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആണ്, അല്ലെങ്കിൽ അവരുടെ ബിഹേവിയറിൽ അവർ എന്തൊക്കെ രീതിയിൽ അത് മാനേജ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അവർക്ക് കൃത്യമായ രീതിയിൽ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. Then it tries to refine the performance of the current job or make them ready for the intended job. Primary purpose of training are to increase productivity, to upgrade quality, to help an organization fulfill its future personal needs, to improve organizational climate, to improve health and safety, obsolescence prevention, and for personal growth. Okay. ഈ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് എന്താണ് പരിശീലനം കൊടുക്കുന്നതിനനുസരിച്ച് ഓരോ എംപ്ലോയീസിനും എന്താണ് സംഭവിക്കുന്നത്, പരിശീലനം കൊടുക്കുന്നതിനനുസരിച്ചിട്ട് നിലവിലുള്ള അവരുടെ ജോലിയിൽ അവർക്ക് ഏറ്റവും കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും അല്ലെ. അതായത് പരിശീലനം കൊടുക്കുന്നതിന്റെ പ്രാഥമിക ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ എന്താണ്, ഒരാൾക്ക് പരിശീലനം കൊടുക്കുന്നതിന്റെ പ്രാഥമിക ലക്ഷ്യം, പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി അല്ലെ. പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജീവനക്കാർക്ക് പരിശീലനം കൊടുക്കുന്നത്. അതേപോലെ തന്നെ എന്താണ്, അപ്ഗ്രേഡ് ക്വാളിറ്റി അല്ലെ, ക്വാളിറ്റി അപ്ഗ്രേഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പിന്നെ ഓർഗനൈസേഷന്റെ ഫ്യൂച്ചർ അല്ലെങ്കിൽ എന്താണ് പേഴ്സണൽ നീഡ്സുകൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പിന്നെ എന്താണ് ഓർഗനൈസേഷന്റെ ക്ലൈമറ്റ് അല്ലെ, അന്തരീക്ഷം ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പിന്നെ എന്താണ് ഇംപ്രൂവ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, ഇവിടെ എന്താ പറയുന്നത് ആരോഗ്യം സുരക്ഷയും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, പിന്നെന്താണ് ഒബ്സലൻസ് പ്രിവെൻഷൻ ആൻഡ് ഫോർ പേഴ്സണൽ ഗ്രോത്ത്. അതെന്താ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നതോടുകൂടി ഉണ്ടാകുന്ന മറ്റൊരു പർപ്പസ് എന്ന് പറയുന്ന പ്രൈമറി പർപ്പസിൽ വരുന്നതാണ് ഒബ്സലൻസ് പ്രിവെൻഷൻ ആൻഡ് പേഴ്സണൽ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഒബ്സലൻസ് പ്രിവെൻഷൻ ആൻഡ് ഫോർ പേഴ്സണൽ ഗ്രോത്ത് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്, എന്തെങ്കിലും തരത്തിലുള്ള കാലഹരണപ്പെടുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിഫിക്കൽട്ടീസ് തടഞ്ഞുകൊണ്ട് വ്യക്തിഗത ആവശ്യങ്ങള് പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ആർക്ക് എന്ത് കൊടുക്കുന്നത്, എംപ്ലോയീസിന് ട്രെയിനിങ്സ് കൊടുക്കുന്നത്. ഓക്കെ. യെസ്. അതായത് ഒരാളെ നമ്മള് മോശക്കാരനാക്കണം അല്ലെങ്കിൽ ആൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ക്വാളിറ്റീസിന് ഡിഗ്രീസ് ചെയ്യാനാണോ നമ്മൾ കൊടുക്കുന്നത്, പരിശീലനം കൊടുക്കുന്നത്? ഒരിക്കലല്ല അല്ലെ. ആൾക്ക് ടെക്നിക്കലി മാത്രമുള്ള ആൾക്ക് എന്തും സംഭവിക്കണം, പേഴ്സണലി കൂടി ഗ്രോത്ത് ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഓരോ എംപ്ലോയീസിനും പരിശീലനങ്ങൾ കൊടുക്കുന്നത്. ഓക്കെ. അപ്പൊ പരിശീലനത്തിന് അല്ലെങ്കിൽ ഒരു ട്രെയിനിങ്ങിന്റെ പ്രൈമറി പർപ്പസുകളാണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെയാണ് അതൊന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ, അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം. പ്രൈമറി പർപ്പസ് ഏതൊക്കെയാണ് ട്രെയിനിങ്ങിന്റെ? ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി, to upgrade quality, to help an organization fulfill personal needs, and to improve organizational climate,
and to improve health and safety and excellent prevention and for personal growth. അത്രയും പോയിന്റ്സ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. ശരി. അപ്പോ ഫസ്റ്റത്തെ ഒരു പോയിന്റ് കൂടെ അണ്ടർലൈൻ ചെയ്യുന്നുണ്ടോ? ട്രെയിനിങ് ഈസ് എ പ്രോസസ് ഓഫ് ലേണിംഗ് എ സീരീസ് ഓഫ് പ്രോഗ്രാംഡ് ബിഹേവിയർ. ട്രെയിനിങ് എന്ന് പറയുന്നത് എന്താണ്? സീരീസ് ഓഫ് പ്രോഗ്രാംഡ് ബിഹേവിയർ എന്നാണ് പറയുന്നത് അല്ല. ആ ഒരു വാക്ക് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ഇനി നമ്മള് ഒരാൾക്ക് ഒരു എംപ്ലോയീസിന് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെ സ്റ്റെപ്സുകളാണ് ആ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളതാണ് നോക്കുന്നത് കേട്ടോ. ഇതൊക്കെയാണ് സ്റ്റെപ്സ് ദാറ്റ് ഇൻക്ലൂഡിങ് ട്രെയിനിങ് പ്രോഗ്രാം. To discover or identify the training requirements, to get ready for the job, preparation of the learner, presentation of operations and knowledge, performance trial, follow-up evaluation. എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ട്രെയിനിങ് പ്രോഗ്രാമിൽ നമ്മൾ ഫസ്റ്റ് ഉൾപ്പെടുത്തേണ്ടത്? ഫസ്റ്റ് വരുന്നത് എന്താണ്? ടു ഡിസ്കവർ ഓർ ഐഡന്റിഫൈ ദ ട്രെയിനിങ് റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ ആദ്യത്തെ ട്രെയിനിങ് പരിശീലനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കിയ സ്റ്റെപ്പ് എന്താണ്? ടു ഡിസ്കവർ ഓർ ഐഡന്റിഫൈ ദ ട്രെയിനിങ് റിക്വയർമെന്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഐഡന്റിഫൈ ട്രെയിനിങ് റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത് റിക്വയർമെന്റ്സ് എന്താണ്? നീഡ്സ് ആണ് അല്ലെ? അല്ലെങ്കിൽ എന്താ പറയുന്നത്? പരിശീലനത്തിന്റെ ആവശ്യകതകളാണ് കണ്ടെത്തേണ്ടത് അല്ലെ? അതിന് ഏത് തരം ജോലിയാണ് അതുമായി റിലേറ്റ് ചെയ്തിരുന്ന അതിന്റെ റിക്വയർമെന്റ്സ് എന്തൊക്കെ ആവശ്യകതകളാണെന്നുള്ളത് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, ആവശ്യകത റിക്വയർമെന്റ്സ് അനുസരിച്ചിട്ട് വേണം നമ്മൾ അവർക്ക് പരിശീലനം കൊടുക്കാനായിട്ട്. വ്യക്തമായിട്ട് അത് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമായിരിക്കും അവർക്ക് പരിശീലനങ്ങൾ കൊടുക്കേണ്ടത്. ഓക്കെ, ടു ഗെറ്റ് റെഡി ഫോർ ദ ജോബ് എന്താണ്? ടു ഗെറ്റ് റെഡി ഫോർ ദ ജോബ് എന്ന് പറയുന്നത് ആ ജോലിക്ക് വേണ്ടി അവരെ തയ്യാറാക്കുക അല്ലെ? ആ ജോലിക്ക് വേണ്ടി അവരെ നമ്മൾ തയ്യാറാക്കാനുള്ള രീതിയിലുള്ള സ്റ്റെപ്സുകൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ, പ്രിപ്പറേഷൻ ഓഫ് ദ ലേണർ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിപ്പറേഷൻ ഓഫ് ദ ലേണർ. എന്താണ് പ്രിപ്പറേഷൻ? ഇവിടെ ലേണർ എന്ന് ഉദ്ദേശിക്കുന്ന ആരെയാണ്? ലേണർ എന്ന് ഉദ്ദേശിക്കുന്ന ആരെയാണ്? ആരാണ് ലേണർ? എംപ്ലോയി ആണ് അല്ലെ? ആളെ പ്രിപ്പയർഡ് ആവുക. നമ്മൾ അവരുടെ ആവശ്യകതകൾ എന്താണെന്ന് കണ്ടെത്തി തിരിച്ചറിയുക. അതിനനുസരിച്ച് ശേഷം അവരെ ആ ഒരു ജോലിക്ക് വേണ്ടി തയ്യാറാക്കുക. അവരെ പ്രിപ്പയർഡ് ആക്കുക. എംപ്ലോയീസിനെ നമ്മൾ എന്ത് ചെയ്യണം? തയ്യാറാക്കുക. ആ ജോലി ചെയ്യാനായിട്ടില്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തുക അയാളുടെ. ഓക്കെ, അടുത്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? പ്രസന്റേഷൻ ഓഫ് ഓപ്പറേഷൻ ആൻഡ് നോളജ്. പ്രസന്റേഷൻ ഓഫ് ഓപ്പറേഷൻ ആൻഡ് നോളജ് എന്ന് പറയുന്നത് ആ ഏത് തരം ജോലിയാണ്, ആ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഓപ്പറേഷൻസ് എങ്ങനെയാണ്, ആ ഒരു ടാസ്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. അപ്പൊ നോക്കാം എന്താണ്. The most important step in a training program is presentation of preparation and knowledge. അപ്പൊ ട്രെയിനിങ് പ്രോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് ആണ് എന്ത്? പ്രസന്റേഷൻ ഓഫ് ഓപ്പറേഷൻ ആൻഡ് നോളജ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്ന് അണ്ടർലൈൻ ചെയ്യണേ. ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏതാണ്? പ്രസന്റേഷൻ ഓഫ് ഓപ്പറേഷൻ ആൻഡ് നോളജ് ആണ്. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? The trainer should clearly tell, show, illustrate and question in order to put over the knowledge and operations. എന്താണ്? ആൾക്ക് കൊടുക്കുന്ന ജോലിയെ പറ്റി അല്ലെ വ്യക്തമായിട്ടൊരു വിശദീകരണം കൊടുക്കുക, അല്ലെങ്കിൽ അത് കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഇപ്പൊ ഗ്രാഫ് റെപ്രസെന്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലൂടെ അല്ലെങ്കിൽ ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് വരുന്ന ക്ലിയർ കട്ട് ആയിട്ടുള്ള രീതിയിൽ ആൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ ടെക്നിക്കലി ആയിട്ടുള്ള കാര്യങ്ങൾ ഏതെങ്കിലും എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ എന്താണ് അതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് വേണം അതിന്റെ ഓപ്പറേഷൻസ് എങ്ങനെയാണെന്നുള്ളത് വ്യക്തമായിട്ട് ആൾക്ക് പറഞ്ഞു കൊടുക്കുക. Then the learner should be told of the series of the entire job and why each steps in performance is necessary. ഇനി ഇവിടെ പറയുന്നത് എന്താണ്?
ട്രെയിനർ എന്ന് ഉദ്ദേശിക്കുന്ന ആരെയാണ് ഇവിടെ? ട്രെയിനർ എംപ്ലോയീസിന് പരിശീലനം കൊടുക്കുന്ന ആരാണ്? അതായത് ട്രെയിനർ ഉണ്ടായിരിക്കും അല്ലെ? ട്രെയിനർ എന്ന് ഉദ്ദേശിക്കുന്നത് എംപ്ലോയീസിന് പരിശീലനം കൊടുക്കുന്ന ആരാണ് അല്ലെ? യെസ്. അതായത് എന്താണ്? ട്രെയിനർ ആണ്. അതായത് എന്താ പറയുന്നത്, ആ ജോലി എങ്ങനെയാണ് ചെയ്യുന്നത്, ജോലിയുടെ ഓരോ ഘട്ടത്തിലും ഓരോ സീരീസിലും എന്തൊക്കെ ചെയ്യണം, ആ എൻറ്റയർ ജോബില് ആൾ ഏതൊക്കെ രീതിയിൽ പെർഫോം ചെയ്യണം എന്നതിനെ കുറിച്ചിട്ട് വ്യക്തമായ രീതിയിലായിരിക്കും. അതായത് എക്യുപ്മെന്റ്സ് ആണെങ്കിൽ അതെങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെ അത് ഓപ്പറേറ്റ് ചെയ്യണം എന്നൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഘട്ടമാണ് എന്ത്? പ്രസന്റേഷൻ ഓഫ് ഓപ്പറേഷൻസ് ആൻഡ് നോളജ്. പ്രസന്റേഷൻ തന്നെയാണോ? അങ്ങനെ വേണം കേട്ടോ, മാറ്റമൊന്നുമില്ല. അതായത് ആ എൻറ്റയർ ജോലിനെ കുറിച്ച് ആൾ എങ്ങനെ പെർഫോം ചെയ്യണം എന്നതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് ആൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ഘട്ടമാണ് എന്താ? പ്രസന്റേഷൻ ഓഫ് ഓപ്പറേഷൻ ആൻഡ് നോളജ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആയിട്ടൊന്ന് പഠിക്കണേ. യെസ്. ഇനി അപ്പൊ ആ ഒരു ഘട്ടത്തിൽ ആളെന്ത് മനസ്സിലാക്കി, അതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഘട്ടം ആ സ്റ്റെപ്പിൽ ആൾ കഴിയുന്നു. അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? പെർഫോമൻസ് ട്രൈ ഔട്ട്. Under this, the trainee is asked to look through the job several times slowly and explain to him each step. Mistakes should be corrected. Then trainee is advised to the job step by step, building up skill and speed. ഇനി അയാൾ ഓപ്പറേഷൻസിനെ കുറിച്ചിട്ടൊക്കെ പഠിച്ചു കഴിഞ്ഞില്ലേ? അടുത്ത ഘട്ടം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഓപ്പറേഷന് ആ പഠിച്ച കാര്യങ്ങൾ അയാൾ എന്ത് ചെയ്യും? സ്ലോലി അല്ലെ, പയ്യെ ആള് ഓരോ സ്റ്റെപ്സ് ആയിട്ട് എന്ത് ചെയ്യും? ആ ട്രെയിനീസ് ചെയ്യാൻ തുടങ്ങും അല്ലെ? ചെയ്യാൻ തുടങ്ങില്ലേ? നമ്മൾ പഠിപ്പിച്ചെന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നോക്കുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിൽ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഈ ചെയ്യുന്ന സമയത്ത് ഓരോ സ്റ്റെപ്സും നമുക്ക് ട്രെയിനിങ് തരുന്ന ആള് വ്യക്തമായിട്ട് പറഞ്ഞു തരും. ദെൻ ഇൻ കേസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിലോ കൃത്യമായിട്ട് ആ സ്റ്റെപ്സിലെ മിസ്റ്റേക്കുകൾ കറക്റ്റ് ചെയ്യുകയും പിന്നെ എന്താണ് പതിയെ ആളെ അഡ്വൈസ് ചെയ്ത് എന്താണ് അത് ഇംപ്രൂവ് ചെയ്യാനുള്ള രീതിയിലുള്ള എല്ലാത്തരം പരിശീലനങ്ങളും ആ ട്രെയിനർ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ പെർഫോമൻസ് ആണ്. അതായത് ഒരു ഓപ്പറേഷൻസിനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഓപ്പറേഷൻസ് ആ ട്രെയിനേഴ്സിനെ കൊണ്ട് അല്ലെങ്കിൽ എംപ്ലോയീസിനെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കുകയാണ്. ഏറ്റവും വളരെ പതുക്കെയാണ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. പതിയെ ചെയ്ത് മാത്രമാണ് അവർ സ്കിൽഡിലേക്ക് മാറുന്നത് അല്ലെ? ഓക്കെ, അതിനനുസരിച്ച് മാത്രമേ അവർക്ക് സ്പീഡും കൂടുള്ളൂ അല്ലെ? ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യുന്ന സമയത്ത് നമുക്കത് അറിയാൻ പാടില്ല, നമ്മൾ ആദ്യം സ്റ്റാർട്ടിങ് ആണ് അല്ലെ? പിന്നീട് ചെയ്ത് എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ മാത്രമാണ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അതിന്റെ ആക്യുറസി സ്പീഡൊക്കെ നമുക്ക് കൂടുള്ളൂ. ഓക്കെ, അതാണ് അടുത്ത ഘട്ടം എന്ന് പറയുന്നത്. മനസ്സിലായോ പെർഫോമൻസ് ട്രൈ ഔട്ട് എന്താണെന്ന്? മനസ്സിലായില്ല? പെർഫോമൻസ് ട്രൈ ഔട്ട് മനസ്സിലാവുന്നവരുണ്ടോ? Yes. Next in follow-up and evaluation. Follow-up and evaluation of the program is with a view to testing the effectiveness of training efforts, that is steps to undertake. എന്താണ് follow-up and evaluation എന്ന് പറയുന്നത്? ആ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട തുടർ നടപടികളാണ് അല്ലെങ്കിൽ ഫോളോ-അപ്സ് ആൻഡ് ഇവാലുവേഷൻ ആണ് അല്ലെ? എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഫോളോ അപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മള് ഫോളോ അപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാ ഒരു പ്രാവശ്യം മാത്രം പരിശീലനം നേടിയാൽ മാത്രം മതിയോ? യെസ്, ഇംപ്രൂവ്മെന്റ് ഉണ്ടോന്ന് നോക്കണമെങ്കിൽ നമ്മൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യല്ലേ? അല്ലെങ്കിൽ അത് കറക്റ്റ് ആക്കി കൊണ്ടുവന്നിരിക്കണം. ഒരു പ്രാവശ്യം മിസ്റ്റേക്സ് ഉണ്ടായിരിക്കും, അത് നമ്മൾ നല്ല രീതിയിൽ ഫോളോ അപ്പ് ചെയ്താൽ മാത്രം, അല്ലെങ്കിൽ ട്രെയിനേഴ്സ് നല്ല രീതിയിൽ അവർ ഇവാലുവേറ്റ് ചെയ്താൽ മാത്രമേ ഓരോ സ്റ്റെപ്സിലും അവർ എഫക്റ്റീവ് ആയിട്ട് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. അങ്ങനെ മാത്രമേ നമ്മൾക്ക് അവരെ ട്രെയിൻ ചെയ്ത് ഫോളോ അപ്പ് ചെയ്ത് മാത്രം അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്ത് മാത്രമേ നമുക്ക് അവരെ സ്കിൽഡ് ആക്കി മാറ്റാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, യെസ്. അപ്പോൾ these are the steps that including training programs. ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കുറച്ച് സ്റ്റെപ്സുകളാണ് നമ്മളിപ്പോ പഠിച്ചത്. ഇതിനെ തന്നെ നമ്മൾ പിന്നെ രണ്ട് രീതിയിൽ
ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ട്രെയിനിങ് മെത്തേഡ്സും ടെക്നിക്സ് എന്ന് പറഞ്ഞ രീതിയിൽ, അതായത് ഓൺ ദ ജോബിൽ നമ്മളിപ്പോ ഒരു സൈറ്റിൽ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അല്ലാത്ത രീതിയിൽ ഓഫ് സൈറ്റിൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ക്ലാസ്സിൽ നോക്കുന്നത് കേട്ടോ. അപ്പോ ഏതൊക്കെയാണ് സ്റ്റെപ്സ് ഇൻക്ലൂഡിങ് ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്നത്? ഫസ്റ്റ് വൺ നമ്മൾ ട്രെയിനിങ് റിക്വയർമെന്റ്സുകൾ ഐഡന്റിഫൈ ചെയ്യുക. പിന്നെ എന്താണ്, ഗെറ്റ് റെഡി ഫോർ ദ ജോബ്, അല്ലെ ആ ജോബിന് നമ്മൾ റെഡി ആവുക. ദെൻ പ്രിപ്പറേഷൻ ഓഫ് ദ ലേണർ, ആ ട്രെയിനറെ നമ്മൾ എന്ത് ചെയ്യണം, സോറി എംപ്ലോയറെ നമ്മൾ പ്രിപ്പയർഡ് ആക്കുക. ദെൻ പ്രസന്റേഷൻ ഓഫ് ഓപ്പറേഷൻ ആൻഡ് നോളജ്, അതായത് ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഘട്ടത്തിൽ ആ സ്റ്റെപ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘട്ടം എന്ന് പറയുന്നത് ഏതൊക്കെ തരത്തിലുള്ള ഓപ്പറേഷൻസ് ആണ് ആള് കൈകാര്യം ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ടുള്ള നോളജ് അവർക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുക, മനസ്സിലാക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഓരോ സീരീസിലും ആ ഒരു ജോലിയുടെ എല്ലാ ഘട്ടത്തിലും എന്തൊക്കെ ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടുള്ള പെർഫോമൻസ് എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് ആ ട്രെയിനർക്ക് അറിയാൻ, ആ എംപ്ലോയീസിന് അറിയാൻ സാധിക്കും. ദെൻ പിന്നീട് അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇയാൾ പഠിച്ച കാര്യങ്ങൾ, അല്ലെ ആ നോളജിൽ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങളുടെ ഓപ്പറേഷൻസ് ആണ് പിന്നെ അവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ അത് പെർഫോമൻസ് അവിടെ നടക്കുകയാണ്, അല്ലെ. ഫസ്റ്റ് ഓഫ് ഓൾ എങ്ങനെയായിരിക്കും, ആ ട്രെയിനേഴ്സ് ചെറിയ രീതിയിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് എന്താണ്, ഓരോ സ്റ്റെപ്സും പതിയെ പതിയെ ചെയ്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ട്രെയിനേഴ്സ് അത് കറക്റ്റ് ചെയ്യുകയോ കൃത്യമായ രീതിയിൽ അഡ്വൈസ് കൊടുത്തുകൊണ്ട് എന്താണ് അവരുടെ സ്കിൽസും എക്സ്പീരിയൻസ് ഒക്കെ കൂട്ടാനായിട്ട് ശ്രമിക്കുന്നത്. അതിനുശേഷം എന്താണ് അതിന്റെ ഫോളോ അപ്പ് ആൻഡ് ഇവാലുവേഷൻ പ്രോഗ്രാമുകളോട് കൂടി ട്രെയിനിങ് പ്രോഗ്രാംസിന്റെ സ്റ്റെപ്സുകൾ അവസാനിക്കുകയാണ്. ഓക്കെ, നിങ്ങളിപ്പോ പഠിച്ചത് ഒരു ഓർഗനൈസേഷനിൽ ബേസിക് ആയിട്ട് കൊടുക്കുന്ന കുറച്ച് സ്റ്റെപ്സുകൾ മാത്രമാണ് കേട്ടോ. അത് ഓരോ ഓർഗനൈസേഷനും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കുള്ള അവിടുത്തെ ട്രെയിനിങ് പ്രോഗ്രാംസുകൾ വരുന്നത്. ഓക്കെ, ഇത് മനസ്സിലായോ സ്റ്റെപ്സ്? ജസ്റ്റ് പറയാം കേട്ടോ. നെക്സ്റ്റ് നോക്കുന്നത് ട്രെയിനിങ് മെത്തേഡ്സ് ഓർ ടെക്നിക്സ് ആണ്. ബാക്കി ടീച്ചേഴ്സ് പാർട്ട് 4 തുടങ്ങിയോ? സോറി, മൊഡ്യൂൾ 4 തുടങ്ങിയോ? തുടങ്ങിയല്ലേ? ഞാൻ കുറച്ച് ദിവസം ഹോസ്പിറ്റൽ ആയതുകൊണ്ട് ലീവ് ആയിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ക്ലാസ് കയറാതിരുന്നത്. കുഴപ്പമില്ല, നമ്മൾ അത്യാവശ്യം ഇത്തിരി സ്പീഡിലൊന്നും എടുത്തു പോകും. അടുത്ത ക്ലാസ് തുടങ്ങി. ഓക്കെ, ട്രെയിനിങ് മെത്തേഡ്സ് ഓർ ടെക്നിക്സ് ഏതാന്ന് നോക്കാം. ഓക്കെ, ഓൺ ദ ജോബ് ട്രെയിനിങ്, OJT എന്ന് പറയും. ഓൺ ദ ജോബ് ട്രെയിനിങ് ഷോർട്ട് ഫോമിൽ പറയുന്നതാണ് നമ്മൾ എന്താ, OJT. എന്താണ് ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത്? In the on the job training method, employees are trained on the job at their places of work using actual tools, equipments, documents used by employees when they are fully trained. എന്താണ് ഓൺ ദ ജോബ് ട്രെയിനിങ്, OJT സൂചിപ്പിക്കുന്നത്? സിമ്പിൾ ആയിട്ട് പറയാലോ, എന്താണത്? എംപ്ലോയീസിന് എങ്ങനെയാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്? ജോബ് അറ്റ് ദെയർ പ്ലേസസ് ഓഫ് വർക്ക് യൂസിങ്, എന്തൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെയാണ് ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്? നമ്മൾ അവരുടെ ആക്ച്വൽ ആയിട്ടുള്ള ടൂൾസുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെ. ആക്ച്വൽ ടൂൾസും എക്യുപ്മെന്റ്സും ഡോക്യുമെന്റ്സും ഉപയോഗിച്ചുകൊണ്ട് ഫുള്ളി ട്രെയിൻസ് കൊടുക്കുന്നതാണ്, ഫുള്ളി ട്രെയിൻ ചെയ്യുന്നതാണ് എന്ത്, ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ട്രെയിനിങ് മെത്തേഡ് അല്ലെങ്കിൽ ഇതൊരു ട്രെയിനിങ് ടെക്നിക്സ് ആണ്. ആക്ച്വൽ ആയിട്ടുള്ള ടൂൾസും എക്യുപ്മെന്റ്സും ഒക്കെ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. ഓക്കെ, മനസ്സിലായോ OJT എന്താണ്? ജോബ് ഇൻസ്ട്രക്ഷൻ. എന്താണ് ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്? JIT. ഇതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോണേ. JIT, ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്. This method is also known as training through gradual learning. That is job instruction training. Instruction training എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ എന്താണ്? It's a method as training as training through gradual learning എന്ന് പറഞ്ഞാൽ എന്താണ്? പഠനത്തോടു കൂടെയുള്ള പരിശീലനമായിരിക്കും എന്താ ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്. നമ്മുടെ പഠനത്തോടു കൂടി തന്നെയുള്ള അതിനോടൊപ്പമുള്ള ഒരു പരിശീലനമാണ് എന്ത്, JIT അഥവാ ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ. ദെൻ അപ്രന്റീസ്ഷിപ്പ്. എന്താണ് അപ്രന്റീസ്ഷിപ്പ് എന്ന് പറയുന്നത്? അപ്രന്റീസ്ഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്?
ശമ്പളം കൊടുക്കാത്ത ആൾക്കാരാണോ പ്രസന്റേഷനിൽ പറയുന്നത്? നിങ്ങൾ അപ്രന്റീസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും സിനിമയിൽ കേട്ടിട്ടുണ്ടോ അപ്രന്റീസ് എന്ന് പറഞ്ഞ്? ആ, ഏത് സിനിമയിലാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് അപ്രന്റീസ് എന്ന് പറഞ്ഞ? ഏത് സിനിമയിലാ? സിനിമ കണ്ടവർക്ക് അറിയാൻ പറ്റും. അപ്രന്റീസ് ട്രെയിനികൾ. യെസ്, വെരി ഗുഡ്. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടില്ലേ നമ്മൾ? പക്ഷെ അതില് ശ്രീനിവാസൻ തെറ്റായ ധാരണയാണ് നമുക്ക് പറഞ്ഞത്. ഇങ്ങനെയുള്ളവർക്ക് ശമ്പളം കൊടുക്കണ്ട എന്നാണ് പറയുന്നത് അല്ലെ? പക്ഷെ അങ്ങനെയാണോ ഇവിടെ? അല്ല അല്ലെ? In this person is learning a trade from a skilled employer having agreed to work for a fixed period at a low wages. ശമ്പളം ഒട്ടും ഇല്ലാത്തല്ല, പക്ഷെ എന്താണ്, ഒരു ഫിക്സ്ഡ് പീരീഡിൽ കുറച്ച് ലോ വേജസിൽ മാത്രമായിരിക്കുള്ളൂ നമ്മള് സ്റ്റൈഫൻസ് കൊടുക്കുന്നത് പോലെയൊക്കെ. ലോ വേജസിൽ കൊടുക്കുന്നതാണ് എന്താ, അത്ര ഒരു പ്രോസസ്സാണ് അപ്രസന്റേഷൻഷിപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അത് ചിലപ്പോ എന്താണ്, എങ്ങനെയുള്ള പേഴ്സൺസ് ആയിരിക്കുള്ള പേഴ്സൺ ലേണിംഗ് എ ട്രേഡ് ഫ്രം എ സ്കിൽഡ് എംപ്ലോയറിൽ നിന്നാണ്. സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയറിൽ നിന്ന് നമ്മൾ പരിശീലനം നേടുന്ന സമയത്താണ് എന്താ ഈ ഒരു ഫിക്സ്ഡ് പീരീഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലോ വേജസിൽ നമ്മൾ ആ ഒരു എന്ത് കൊടുക്കുന്നത്, കുറഞ്ഞ വേതനത്തിൽ നിശ്ചിത കാലയളവിലേക്ക് മാത്രമുള്ള ഒരു പ്രോസസ്സാണ് എന്താ അപ്രസന്റേഷൻഷിപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അണ്ടർലൈൻ ചെയ്തേ, ഇവിടെ തുടങ്ങി അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ടു വർക്ക് ഫോർ എ ഫിക്സ്ഡ് പീരീഡ് അറ്റ് ലോ വേജസ് എന്നുള്ളതാണ് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. കുറഞ്ഞ വേതനത്തിന് നിശ്ചിത കാലയളവിലേക്കുള്ളതാണ് എന്താ അപ്രസന്റേഷൻഷിപ്പ് ജോബ്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ആ സിനിമയിൽ പറഞ്ഞത് കറക്റ്റ് അല്ല കേട്ടോ. അതിൽ പറഞ്ഞ എന്താണ്, അങ്ങനെയുള്ളവർക്ക് ശമ്പളം വേണ്ടാവുന്നതാണ്. ഇവിടെ ശമ്പളം കൊടുക്കും, ലോ വേജസ് ആക്കി മാത്രമല്ല കേട്ടോ. അതൊക്കെ ഏത് ട്രേഡ് തരം ജോലിയാണ്, അതുമായി ബന്ധപ്പെട്ടായിരിക്കുള്ളൂ ആ ജോബ്, അതിന്റെ വേജസ് ഒക്കെ പറയുന്നത്. ട്രെയിനിങ് മെത്തേഡ്സിൽ ഇപ്പൊ നമ്മൾ പഠിച്ചത് ഓൺ ദ ജോബ് ട്രെയിനിങ് ആണ് പറഞ്ഞത്. ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൽ വരുന്ന ഏതൊക്കെയാണ്? ഓൺ ദ ജോബ് ട്രെയിനിങ്ങിലാണ് നമ്മൾ JITയും അപ്രസന്റേഷൻഷിപ്പും വരുന്നത് അല്ലെ. JIT എന്ന് പറഞ്ഞാൽ എന്താണ്? ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് ആണ് അല്ലെ. അതായത് പഠനത്തോടൊപ്പമുള്ള ഒരു പരിശീലനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്രസന്റേഷൻഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ കുറഞ്ഞ കാലത്തേക്ക്, കുറഞ്ഞ ഒരു പീരീഡിലോ സ്കിൽഡ് ആയിട്ട് എംപ്ലോയീസിൽ നിന്നാണ്, സ്കിൽഡ് ആയിട്ടുള്ള വ്യക്തിയിൽ നിന്ന് കുറഞ്ഞ വേതനത്തിലേക്ക് നിശ്ചിത കാലയളവിലേക്ക് വേജസ് കൊടുത്ത് പണിയുന്നതാണ് എന്ത് അപ്രസന്റേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇതെല്ലാം തന്നെ എന്തിൽ വരുന്നതാണ്? ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൽ വരുന്നതാണ് കേട്ടോ. ഓൺ ദ ജോബ് ട്രെയിനിങ് അപ്പൊ എന്താണ്? Employees are trained on the job their places of working using actual ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെ. ആക്ച്വൽ ആയിട്ടുള്ള ടൂൾസും എക്യുപ്മെന്റ്സും ഡോക്യുമെന്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ട്രെയിനിങ്സ് ആണ് എന്ത് ഓൺ ദ ജോബ് ട്രെയിനിങ്സ് എന്ന് പറയുന്നത്. അതിൽ വരുന്ന 2 ട്രെയിനിങ് സെഷൻസ് ആണ് എന്ത്, ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്ങും അപ്രസന്റേഷൻഷിപ്പും. ഓക്കെ, മനസ്സിലായോ? ഇത്രയുള്ള അവരുടെ ജോലി സ്ഥലത്ത് തന്നെയാണ് അവർ പരിശീലനം നടത്തുന്നത്. മനസ്സിലായോ? ഓക്കെ, യെസ്. അപ്പൊ ഓഫ് ദ ജോബ് മെത്തേഡ് എന്തായിരിക്കും? നമ്മൾ പഠിച്ചത് ഇപ്പൊ ഓൺ ദ ജോബ് ആണ്. ഓഫ് ദ ജോബ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എവിടെയായിരിക്കും? ഇവിടെ ആയിരിക്കും അത്. Workers or employees learn their job roles away from the actual work floor. എവിടെയായിരിക്കും ഓഫ് ദ ജോബ് എന്ന് പറയുന്നത്? പുറത്തുള്ള ട്രെയിനിങ്ങിലായിരിക്കും അല്ലെ. പുറത്തായിരിക്കും, വർക്ക് പ്ലേസസ് അല്ലാണ്ട് പുറത്തായിരിക്കും അവിടെ ട്രെയിനിങ്സ് എടുത്തത്. അത് അടുത്ത ക്ലാസ്സിൽ എടുത്തരാം കേട്ടോ. താങ്ക് യു. Have a nice day.